സഭാപ്രസംഗി 4-ാം അധ്യായം. പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ 2 വകക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യവുമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്നുളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അത് മായയും വൃഥാപ്രയത്നവും അത്രേ. മൂഢൻ കൈയും കെട്ടിയിരിക്കുന്ന സ്വന്തം മാംസം തിന്നുന്നു. 2 കൈ നിറയെ അധ്വാനവും വൃഥാപ്രയത്നവും ഉള്ളതിനേക്കാൾ 1 കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു. ഏകാഗിയായ ഒരുത്തനുണ്ട്. അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവൻ്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവൻ്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു സുഖാനുഭവം ത്യജിക്കുന്നു. ഇത് മായയും വല്ലാത്ത കഷ്ടപ്പാടുമത്രേ. ഒരുവനേക്കാൾ ഇരുവൻ ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പാൻ ആരുമില്ലായതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെയായാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. അവൻ മറ്റവൻ്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു. മറ്റവന് പകരം എഴുന്നേറ്റ ബാലൻ്റെ പക്ഷം സൂര്യന് കീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവർ ഒക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യജനത്തിനൊക്കെയും തലവനായിരുന്നു. എങ്കിലും പിന്നെ ഉള്ളവർ അവനിൽ സന്തോഷിക്കുകയില്ല. അതുമായയും വൃഥാപ്രയത്നവും അത്രേ.